പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിന്റെ അടുത്ത വചനം എന്താണെങ്കിൽ 26 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? ഇപ്പൊ ലോകമെന്ന് പറയുന്നത് എന്താണ്? മാനുഷിക കാര്യം. ആത്മാവിനെ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ദൈവിക കാര്യം. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇതിങ്ങനെ ഫോളോ ചെയ്യണേ, അന്ത്യം വരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപകനായിരിക്കേണ്ടവരാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്ന 12-ാം വയസ്സിൽ ദ മിഷൻ കോൺഷ്യസ് കർത്താവിന് രൂപപ്പെട്ട് വരികയാണ്. ആ മിഷൻ കോൺഷ്യസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പൊ എന്നാ ചോദിക്കണത്? ലോകം മുഴുവൻ നേടിയാലും 26 വരുമ്പോഴേ 16-26 ലോകം മുഴുവൻ നേടിയാലും മത്തായിയുടെ സുവിശേഷം നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അപ്പൊ അവിടെയുണ്ട് ലോകം മുഴുവൻ നേടുക എന്നുള്ളത് മാനുഷിക കാര്യമാണ്. ലോകത്തിന് ഇമ്പമുള്ളത് സംസാരിക്കുക, മീഡിയയ്ക്ക് ഇമ്പമുള്ളത് സംസാരിക്കുക. ജനാധിപത്യത്തിന് തന്നെ ഒരു വശമാണ് മാധ്യമാധിപത്യം. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാത്താനിന് നേരിട്ട് വരുന്നില്ല, പക്ഷേ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഭംഗിയായിട്ട്. സാത്താന് മാധ്യമം കൈകാര്യം ചെയ്യണത് സാത്താനാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാലത്തും അജണ്ടകൾ തീരുമാനിക്കുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. അവസാന കാലങ്ങളിൽ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട വചനങ്ങൾ പറയുന്നവരെ ജനം വിളിച്ചു വരുത്തുമെന്ന് പറയണില്ലേ? ഇമ്പമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ വിളിച്ചു വരുത്തുമെന്ന്. ഇമ്പമുള്ള കാര്യങ്ങൾ, ഇമ്പമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ആത്മാക്കൾ വീണ്ടെടുക്കുന്ന കാര്യം ഇമ്പമില്ലാത്ത കാര്യമാണ്. അത് വിട്ടുകളയെന്നാ പറയണത്. സഭ തന്നെ, സഭാകൂട്ടങ്ങൾ തന്നെ ഇമ്പമുള്ള കാര്യങ്ങൾ പറയുന്നവരെ വിളിച്ചു വരുത്തുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയണത്? ലോകം മുഴുവൻ നേടിയാലും അവിടെ എഴുതി കാണിക്കുന്നുണ്ട് 2 തിമോത്തി 4:3 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ബ്യൂട്ടിഫുൾ. അതാണ് സാധനം. പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഉത്തമമായ പ്രബോധനത്താൽ. എന്നിട്ട് പിന്നെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അതായത് ശുശ്രൂഷയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൊണ്ട് വരുമെന്ന്. അതാണ് സംഭവം. ഈ അഭിരുചികളെ അമൂല് കുര്യൻ ചേട്ടനില്ലേ ഒരിക്കൽ പറഞ്ഞായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഐ ക്യാൻ ചേഞ്ച് ദ ടേസ്റ്റ് ഓഫ് ദി കൺട്രി എന്ന്. ഇന്ത്യയുടെ രുചികളെ മാറ്റാൻ പറ്റുമെന്ന്. ഇതുപോലെ തന്നെയാണ് അഭിരുചികളെ, മനുഷ്യന്റെ അഭിരുചികളെ. അതൊരു അജണ്ടയാണ്. അത് നിശ്ചയിക്കുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. ഒരു കാലഘട്ടത്തിലെ അഭിരുചികരമായ കാര്യങ്ങളെ വളരെ PR വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് സിൻഡിക്കേറ്റ് പോലെ വ്യവസ്ഥാപിതമായിട്ട്, ശാസ്ത്രീയമായിട്ട്, സംഘടിതമായിട്ട് സമൂഹത്തിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ ജനം അതിൻ്റെ പിന്നാലെ പായും. ഇപ്പം നമ്മൾ വെള്ളിമുങ്ങൊക്കെ സംഭവിച്ച പോലെ. വെള്ളിമുങ്ങ എന്ന് പറഞ്ഞാൽ ചുങ്ങ ഒരു കണ്ടപ്പെടുന്ന സാധനമാണ്. എൻ്റെ തൈക്കാട്ടിരിപ്പള്ളി 2 ഇരിപ്പുണ്ടായിരുന്നു.
ഒരു സുപ്രഭാതത്തിലെ മാധ്യമങ്ങളിലൂടെ ഇതൊരു ഭയങ്കര ഭാഗ്യപക്ഷിയാണെന്നുള്ള സാധനം അച്ഛൻ്റെ കയറ്റിവിട്ടു. എൻ്റെ അമ്മേ, അവസാനം വന്നപ്പോൾ 10 ലക്ഷം രൂപയായി ഒരു വെള്ളി പൊങ്ങയ്ക്ക്. ഇത് കള്ളത്തരമാണ്, ഇത് സ്റ്റണ്ടാണെന്ന് പിന്നീട് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പം വെള്ളി പൊങ്ങയെ കാണാൻ കൂടിയില്ല, ആർക്കും വേണ്ട. പണ്ട് കള്ളക്കടത്ത് നടത്തുമായിരുന്നു, ഇപ്പൊ സ്വർണ്ണ ബിസ്കറ്റിന്റെ പോലെ കള്ളക്കടത്ത് നടത്തുന്ന സാധനമാണ് വെള്ളി പൊങ്ങ. ദാറ്റ് മീൻസ് ഒരു സാധനത്തിന് മൂല്യം, ആഡഡ് വാല്യൂ ബൈ മിസ് പ്രൊപ്പഗാൻഡ. ഇതാണ് അഭിരുചി. അതാണ് പൗലോസ് പറയുന്നത്, ജനങ്ങൾക്ക് അഭിരുചിയുള്ള കാര്യങ്ങളാണ്. അഭിരുചി നിശ്ചയിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് വ്യവസ്ഥാപിതമായ സംഘടിതമായ ശ്രമം ഉണ്ടെങ്കിൽ പുതിയ അഭിരുചികൾ ഉണ്ടാക്കാൻ പറ്റും, എന്തിന്റെ മേലും. ഇതാണ് മാനുഷികമായ കാര്യങ്ങളെന്ന് പറയണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പൊ അഭിരുചിയുടെ പുറകെ ജനങ്ങൾ ഇങ്ങനെ ഏച്ചു പോകും. അപ്പോഴും ലോകം മുഴുവൻ നേടും. നേരത്തെ ലഭീശ പറഞ്ഞില്ലല്ലോ, പക്ഷെ നഷ്ടപ്പെട്ടാൽ എന്തൊരു പ്രയോജനം എന്നല്ലേ ചോദിച്ചത്. ആ ചോദ്യം 10,000 പേര് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ ലയോള വായിച്ചപ്പോഴേ ഒരു സഭയുണ്ടായി, ഈശോ സഭ. അദ്ദേഹത്തിന്റെ 7 പേര് ഒരാള് ഫ്രാൻസിസ് വന്നപ്പോൾ ഇവിടെ ഒരു സഭയുണ്ടായി കേരളത്തിലെ. ഒറ്റ മനുഷ്യരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അസിസ്റ്റന്റ് അച്ഛനോട് പറഞ്ഞേ, ഒരു മിഷണറി പരിപാടിക്ക് പോകണ്ട, നല്ലൊരു പട്ടളക്കാരൻ നോക്കിയിട്ട് ഒരു വെട്ട് വെച്ച് കൊടുത്താൽ മതിയെന്നു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് മര്യാദക്കൊരു വെട്ട് വെട്ടിയ ആ കന്യാസ്ത്രീ വെട്ടുകൊണ്ട് ഈ മനുഷ്യൻ ഇഗ്നേഷ്യസ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ കന്യാസ്ത്രീ 3 പ്രാവശ്യം വചനം കൊടുത്തത്. 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം എടുത്ത് വായിച്ചപ്പോഴാണ്, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതുകൊണ്ടൊരു സഭയുണ്ടാക്കി, ഈശോ സഭ. നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയ മക്കളെ, അതായത് പാഷൻ പ്രഡിക്ഷൻ 16-ാം അധ്യായം, അതിന്റെ മനുഷ്യപുത്ര ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കും, വധിക്കും, 4 ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോഴേ ആ വചനത്തിന് താഴെ സാത്താൻ അതിനെ വട്ടം ചവിട്ടുമ്പോഴേ കർത്താവ് അവരെ സാധിച്ചിട്ട് പറയും, നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവിക കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കും. ദൈവിക കാര്യങ്ങൾ എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിചയിച്ചുകൊണ്ട്, എന്നെ കുറിച്ചെടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരണമെന്ന് ഒരു ദൈവിക കാര്യം. മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രകടനമാകുന്നത്? 2ാമത്തെ ദൈവിക കാര്യം. ഈ 2 ദൈവിക കാര്യങ്ങൾ 2 മനുഷ്യർ ഏറ്റെടുത്തപ്പോൾ 2 സഭകളുണ്ടായി. ഫ്രാൻസിസ് അസിസി ഉണ്ടായി, ഇഗ്നേഷ്യസ് ലയോള ഉണ്ടായി, ഫ്രാൻസിസ് സേവ്യർ ഉണ്ടായി. വചനത്തിൽ ഇനിയും മിഷണറിമാരെ വിളിക്കുന്നുണ്ട്. വചനം നിന്നെയും വിളിക്കുന്നുണ്ട്, എന്നെയും വിളിക്കുന്നുണ്ട്. ഏതെങ്കിലും വചനം എടുത്തിട്ടുണ്ട് കർത്താവിന് ഈ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി, കാര്യങ്ങളില് വേദനായിരിക്കാൻ വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. ഈ ഒക്ടോബർ മാസത്തിലെ, ഈ മിഷൻ മാസത്തിലെ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, കർത്താവേ, ഫ്രാൻസിസ് അസിസി പോലെ, ഇഗ്നേഷ്യസ് ലയോളയെ പോലെ, കർത്താവേ, ഫ്രാൻസിസ് സേവ്യറിനെ പോലെ അങ്ങയുടെ വചനങ്ങള് കേട്ട് ആ വചനമനുസരിച്ച് അതിലുള്ള മനുഷ്യ കാര്യങ്ങള് മാറ്റി ദൈവീക കാര്യങ്ങള് സ്വീകരിച്ച് ഈശോനാമത്തിന്റെ മഹത്വത്തിന് ജീവിച്ച് ഈശോയുടെ നാമത്തിലെ മിഷണറിയാകാൻ ഓരോ കുടുംബങ്ങളെയും ഓരോ സഭയെയും അങ്ങ് ഒരുക്കണം. എൻ്റെ പേര് എലിയാമ്മ സണ്ണി ലിസി എന്ന് വിളിക്കും എല്ലാവരും. പക്ഷേ ഞാൻ കോട്ടപ്പടി
കോതമംഗലം, പെരുമ്പാവൂർ കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഇവിടെ വന്ന ഉടമ്പടി എടുത്തത്. 2019 വന്ന ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതൊന്ന്, എൻ്റെ വീടിൻ്റെ പണി എക്സ്റ്റെൻഡ് ചെയ്ത് തരണേ എന്ന്. അത് അമ്മ മാതാവ് എനിക്ക് ഒന്ന് പുതുക്കിയതിന് ശേഷം എനിക്ക് വീടിൻ്റെ പണി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. നല്ലൊരു ഭവനം, നല്ല ഒരു 2 കാർ പാർക്കിങ്ങും വീട് 3-4 മുറിയുള്ളൊരു വീടും, ആകെ 2 മുറി ടോയ്ലറ്റ് സൗകര്യവും ബാൽക്കണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 4 മുറിയും പിന്നെ എക്സ്ട്രാ 2 മുറി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾക്ക് പിന്നെ മുകളിലേക്ക് ഞങ്ങൾ ഷീറ്റിട്ടു, 2 കാർ പാർക്കിംഗ് ഏരിയ, നല്ല 2 ഗേറ്റ്, നല്ല മനോഹരമായ ഒരു വീട് അമ്മ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിൻ്റെ കൂടെ അതിനകത്തുള്ള സകല ഇലക്ട്രോണിക്സ് ഐറ്റംസും AC എല്ലാ കാര്യങ്ങളും അമ്മ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. എനിക്കൊരു വാഷിംഗ് മെഷീൻ, ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കല്ലയിലിട്ട് അലകുമ്പോൾ എല്ലാവരും പറയും സിസ്റ്റർ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചുവിടുക, പക്ഷേ വെക്കാനൊരു സൗകര്യമില്ല. പൈസയുണ്ട് പക്ഷേ വയ്ക്കാൻ സൗകര്യമില്ല. ഇന്ന് എല്ലാ സൗകര്യവും ആക്കി അമ്മ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുകയാണ്. പുറകോട്ട് ഷീറ്റ്, മുന്നോട്ട് ഷീറ്റ്, എല്ലാ കാര്യങ്ങളും ഇട്ട് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ എൻ്റെ കാര്യം, 100 വർഷത്തിന് മുകളിൽ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റ് മാറാനുണ്ടായിരുന്നു. ആ പോസ്റ്റെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് മാറാനുള്ളത്. ഞങ്ങൾ ആ കാർ എടുത്തപ്പം മുതൽ ഞങ്ങൾ ചിന്തിക്കുന്നു ഈ പോസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ. എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നതാണ്, വലിയൊരു വണ്ടി എടുത്തപ്പോഴും അത് ഒരുപാട് ഞങ്ങൾ മാറാനായിട്ട് ചെന്ന് ഇലക്ട്രിസിറ്റി ചെന്നപ്പോൾ അവർ വീടിൻ്റെ പണി നടക്കുമ്പം ചോദിച്ചു. ഞങ്ങൾ അപ്പം പറഞ്ഞു ഇത് പോസ്റ്റ് മാറണമെങ്കിൽ 25,000 രൂപ മുടക്കുണ്ട്, പോസ്റ്റ് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു 20,000 രൂപ, അങ്ങനെ 45,000 അതിന് എക്സ്പെൻസ് വരും. ഞങ്ങൾ പറഞ്ഞു വേണ്ട, മാറ്റണ്ട, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ അമ്മമാതാവ് ഒരു ദിവസം, ഞാൻ ബുധനാഴ്ച ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു നമ്മുടെ ഒരു മുസ്ലിം സഹോദരിയുടെ. എല്ലാ അമ്മയും എനിക്ക് ബുധനാഴ്ച സാധിച്ചു തന്നുവെന്ന്. സാധാരണ ഞാൻ സാറ്റർഡേ ഉപവാസം എടുക്കാറുള്ള ആളാണ്. ഞാൻ ബുധനാഴ്ച ഉപവാസം എടുത്തു തുടങ്ങി. ഒരു ബുധനാഴ്ച ഉപവാസം എടുത്ത് 11:30 ആയപ്പോൾ എന്നെ വിളിച്ചേക്കുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് കറണ്ടില്ല, വൈഫൈ ഓണാവുന്നില്ല, ക്യാമറ ഓണാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ ബ്രദർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ചേച്ചി നിങ്ങളുടെ വീട്ടിൻ്റെ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒരു 5 പൈസ മുടക്കാതെ അമ്മ മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ രണ്ടാമത് കിണറിലെ വെള്ളമെന്ന് വെച്ചാൽ എല്ലാ വർഷവും കിണറിലെ വെള്ളം പറ്റും. ആ കിണറിലെ വെള്ളം പറ്റുമ്പോൾ നമ്മൾ മെയ് മാസം മുതൽ ജൂൺ ജൂലൈ മാസം വരെ വെള്ളം ഉണ്ടാവില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ 2025 ഞാൻ ജനുവരി മാസം അമ്മ മാതാവ് ഈ വർഷം വെള്ളം പറ്റരുത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തേനും നമ്മുടെ തൈലവും കൂടി അതിനകത്ത് 3 പ്രാവശ്യം ഒഴിച്ചു. അമ്മ മാതാവിനോട് 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി. ഈ 2025 കിണർ വെള്ളം വറ്റിയേയില്ല. 3 തൊട്ടി വെള്ളം മെയ് മാസം ഞാൻ പോയി കോരി നോക്കി. 3 തൊട്ടി വെള്ളം അതിനകത്ത് ഇങ്ങനെ ആഴ്ത്തി കിണർ ഇറക്കുമ്പോൾ 3 തൊട്ടി വെള്ളത്തിൻ്റെ ആഴം, അതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ആഴം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് മഴ പെയ്തത്. മഴ പെയ്തിട്ട് ഒരു 3/4 കിണർ വെള്ളം, മെയ് മാസം മുതൽ മഴ തുടങ്ങിയ വർഷം ഒരു 3/4 കിണർ വെള്ളം അമ്മ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൂടാണ്ട് പിന്നെ എൻ്റെ കാലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എടപ്പള്ളി വെച്ച് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി. ഞാനപ്പോൾ ഓർത്ത് ഞാൻ എങ്ങനെ ഇനി വീട്ടിൽ തിരിച്ചു പോകും, ഡ്യൂട്ടിക്ക് കയറും. അപ്പം തന്നെ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടു. സാക്ഷ്യം ഞാൻ അപ്പം തന്നെ മൊബൈൽ തുറക്കും, അപ്പം തന്നെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് മുട്ടിൻ്റെ ചുറ്റും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എന്നെ സഹായിക്കണേ, ഞാൻ എങ്ങനെ പോകും, ഞാൻ പെട്ടുപോയി, എന്ത് ചെയ്യും. ആകപ്പാടെ ആ മഴ സമയത്തായിരുന്നു, എന്ത് ചെയ്യും, ഇനി എനിക്ക് ഡ്യൂട്ടിക്ക് വരാനും സഹായിക്കാൻ ആരും, മോള് മാത്രമേ വീട്ടിലുള്ള, അമ്മച്ചി വീണ് കിടക്കുക, എന്നെ ഇനി നോക്കാൻ ആരാണ് എന്നോർത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയം ചൊല്ലി, ജപമാല ചൊല്ലി, അവിടെ തന്നെ മുട്ടിന് ചുറ്റും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഓട്ടോ പിടിച്ചു പോയി ഹോസ്പിറ്റലിലേക്ക്. ഓട്ടോ പിടിച്ചു ചെന്ന് ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് വേദനയുണ്ടെങ്കിൽ ചേച്ചി എങ്ങനെ നടക്കുന്നേ? ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്കൊരു കുഴപ്പവും വരത്തില്ല, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ആശ്വാസമാണ് ഈ അമ്മ മാതാവിൻ്റെ കൃപാസനോടമ്പെടുത്തതിന് ശേഷം. ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊന്നും വരുത്തത്തില്ല,
ചേച്ചി നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഒരു കുഴപ്പമില്ല, സിസ്റ്റർ റെസ്റ്റ് വേണം, ഒരു 3 ആഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 3 ആഴ്ച പോയിട്ട് 3 ദിവസം പോലും എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ അമ്മച്ചി വീണ്, മോള് തന്നെ ഉള്ളൂ, അതിനും അധികമൊന്നും അറിയത്തില്ല. എല്ലാം വലിഞ്ഞു വാരി ചീഞ്ഞളിഞ്ഞ് കിടക്കുക. ഞാനപ്പോൾ അമ്മേ മാതാവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കും. ഒരു ഊന്നുവടി പോലൊരു സാധനമുണ്ട്, മരുന്ന് പെയിൻ കില്ലർ മാത്രമേ ഉള്ളൂ. അതും കഴിച്ചിട്ട് ഓയിൻമെൻറ്റും അപ്ലൈ ചെയ്ത് ബാൻഡേജും അപ്ലൈ ചെയ്ത് ഞാൻ 3-ാം പക്കം മുതൽ വീട്ടിലെ സർവ്വ പണിയും ചെയ്യും. ഇന്നും ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ എനിക്കിവിടെ വരാൻ ഇച്ചിരി താമസം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തൈലം പുരട്ടി, ഉപ്പ് പുരട്ടി, ഉപ്പിനകത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ എന്നും കുളിക്കും. അമ്മേ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. പൂർണ്ണ സൗഖ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സൗഖ്യം. ചെറിയ ഇത് ലോങ് റൂട്ട് പോകുമ്പോൾ ഒരു ചെറിയ നീര് പൊത്തയ്ക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ പണിയും ചെയ്യും. ഞാൻ മോളിൽ സ്റ്റെയറേ കയറിയിട്ടാണ് തുണി ഇടുന്നത്. 4-ാം പക്കം മുതൽ ഞാൻ മോളെ സ്റ്റെയറിൽ കയറും, എല്ലാം കയറും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തുന്നത്. പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോവിഡ് സമയശേഷം സ്റ്റാഫൊക്കെ കുറവായി, പേഷ്യൻ്റ് പിന്നെ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. ഒരു 80 പേഷ്യൻ്റ് 100 പേഷ്യൻ്റ് പെർ ഡേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. എന്നെ അവിടെ ഇട്ടു സീനിയറാണെന്നും പറഞ്ഞു. എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം. പിന്നെ ഞാൻ പുറത്തായിരുന്നു, ബോംബെ ഗൾഫൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്തു പറഞ്ഞാൽ നന്നായി ഹാൻഡിൽ ചെയ്തു. അപ്പോൾ എന്നോട് എല്ലാവരും പറയും 100 പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ സിസ്റ്റർ, VIC സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കും. പക്ഷെ ഞാൻ അന്നൊരു ദിവസം ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വലുതാക്കണം, ഇങ്ങനെയാണെന്ന് അതോറിറ്റിക്ക് എഴുതി കൊടുത്തു. നല്ല ഹോൾഡുള്ള ആളാണ് അവിടെ. പിന്നെ അപ്പോൾ ഓടി വന്നാൽ സിസ്റ്ററാണോ ഇവിടെ, അയ്യോ നമുക്ക് സിസ്റ്റർ ഇനി ഓടുകയും ചാടുകയും ഒന്നും വേണ്ട, സിസ്റ്ററിന് ഹെൽപ്പിന് ആളിനെ തരാം, നമ്മളൊരു മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്, നമുക്കത് എന്തായാലും ഒരു ഡെവലപ്മെൻറ്റ് വേണമെന്നും പറഞ്ഞാൽ എല്ലാവരും ഓടി വന്നു. ഡോക്ടേഴ്സ് ആയാലും നമ്മുടെ മറ്റ് അവിടുത്തെ അതിൻ്റെ അതോറിറ്റികളുണ്ട്, രേന ചേച്ചിയൊക്കെ ബാലചേച്ചിയൊക്കെ. അപ്പോൾ അവർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഇനി ഇത്രയും ഭാരപ്പെടുകയൊന്നും വേണ്ട, കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ ആളിനെ തരാമെന്ന് പറഞ്ഞ് പുതിയ ബിൽഡിങ് പണിതതിനകത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, എനിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് പകുതി ഭാരം കുറച്ചു. അതുപോലെ തന്നെ എനിക്ക് സെക്രട്ടറി തന്നു, അവർക്ക് സെക്രട്ടറിയെ തന്നു, സെക്രട്ടറിയെ കൂട്ടിക്കൊടുത്തു, എനിക്ക് സെക്രട്ടറിയെ കൂട്ടിക്കൊടുത്തു. കമ്പ്യൂട്ടർ, മോണിറ്റർ, BP മോണിറ്റർ, സർവ്വ ഫെസിലിറ്റീസും കൂടി ഞാൻ ഭയങ്കര ഉല്ലാസത്തോടെ അവിടെ ഇരുന്നു. ഞാൻ എപ്പോഴും പറയും എല്ലാവരും, സിസ്റ്റർക്ക് ഇപ്പോൾ സുഖവാസമാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞാണ് അതെല്ലാം അമ്മ മാതാവ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ആ എടപ്പള്ളിയിലേക്ക് പോകുമ്പം കാണുന്ന ഭിക്ഷക്കാർക്ക് ഒക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഈ ആലുവ ട്രെയിനിനാണ് പോകുന്നത്, ആലുവയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക്. ആ സമയത്ത് കുറേ ആൾക്കാർ ആ വഴിയിലൊക്കെ നിരന്നിരിക്കും. എനിക്കിപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഭക്ഷണം തികയില്ല, ഞാൻ ചിലപ്പം ഫുഡ് കൊണ്ടുപോകും. അപ്പം ഞാൻ ബേക്കറിയിൽ നിന്നും വാങ്ങിച്ച് അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ ഞാൻ എക്സ്ട്രാ സമോസയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടാവും. എനിക്ക് ചെല്ലുമ്പോൾ ഒന്ന് എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ ചിലപ്പം മേടിച്ച് വെക്കും കയ്യിൽ, ആരെങ്കിലും ഒന്ന് കണ്ടാൽ കൊടുക്കാമല്ലോ എന്നോർത്ത്. ബണ്ണും അതും ഇതുമൊക്കെ ഞാൻ അങ്ങനെ അവർക്ക് കൊടുക്കും. പിന്നെ വസ്ത്രമില്ല എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, വിധവകളുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ ഇട്ടുപോയവരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ നോയമ്പ് കഴിയുമ്പം എന്നെ കഴിയുന്നതൊക്കെ 10,000 5,000 500 1000 സിസ്റ്റർ. എന്നിട്ട് ഓരോരുത്തർ എന്നോട് പിന്നെ ഇങ്ങോട്ട് ചോദിക്കും, സിസ്റ്ററെ ഞങ്ങൾക്കൊരു 50 രൂപ വെച്ചെങ്കിലും ഞങ്ങൾക്ക്. അപ്പോൾ ഈ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചവർക്കൊക്കെ സ്വന്തം സ്ഥലം വീടും ഇല്ലാത്തവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്ഥലമായി, വീടായി. ഒത്തിരി പേർക്ക് അവർ ഇങ്ങോട്ട് തന്നെ പറയാം, സിസ്റ്റർ ഞങ്ങൾക്ക് പൈസ തന്നതിന് ശേഷം ഞങ്ങൾക്ക് ഓരോരുത്തർ ഇങ്ങോട്ട് കൊണ്ടുതരുമോ, 5000 എന്നാ ബിന്ദു 5000 പിടിച്ചോ ഇന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുതരാം. ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കും, പ്രാർത്ഥന കൂടെ ഉണ്ട്. എല്ലാ നന്മകളും ഒരുപാട് എന്നിലൂടെ അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ എപ്പോഴും പറയും, അമ്മ മാതാവ് പത്രം കൊടുക്കും കേട്ടോ, പത്രം കൊടുത്തിട്ട് പറയും, ഇത് വിശ്വസിച്ചോ, അമ്മ മാതാവ് തരും, പ്രാർത്ഥനയിൽ ആയിക്കോളും, പതുക്കെ ആയിക്കോളും എന്നും പറഞ്ഞ് ഒരുപാട് പേർക്ക് പത്രം കൊടുക്കും. പാവപ്പെട്ട പേഷ്യൻ്റ് എൻ്റെ മുമ്പ് വന്നിരിക്കുമ്പോഴും തീരെ സിക്കായിരിക്കുന്നവരും ഞാൻ പറയും, ഇതങ്ങ് വെച്ചങ്ങ് ഉറങ്ങിക്കോ, സർജറി ഒക്കെ സക്സസ് ആകും, അത്ര ഉറപ്പാണ്. പിന്നെ എൻ്റെ ഓടി വരും എൻ്റെ അടുത്ത്, സിസ്റ്ററെ ഞങ്ങൾ വീണ്ടും വന്ന് കേട്ടോ, ഒത്തിരി ബെറ്ററുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒക്കെ ഒത്തിരി നമ്മളെ അവിടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അമ്മയുടെ കൃപ. ഇപ്പം ഞാനാണ് രാവും പകലും മുഴുവനും
ഈ കൃപാസനപത്രം പ്രസംഗം അച്ഛൻ്റെ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ഇതാണ്. എനിക്ക് ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുക. എപ്പോഴും കേൾക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര. അതിന് മോൾ എപ്പോഴും പറയും, മമ്മി എപ്പോഴും കൃപാസനത്തിലേ കേട്ടോണ്ടിരിക്കുവാണോ, എപ്പോഴും ഇത് തന്നെ കേൾക്കുവാണ്. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് സന്തോഷം. ഞാൻ കിടക്കുമ്പോൾ ഒരു 2 വരിയെങ്കിലും ഇത് കേട്ടിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ. സമാധാനത്തോടെ കിടക്കും. രാവിലെ എണീറ്റാടനെ രാവിലെ ആ പ്രാർത്ഥന വെച്ചിട്ട് ഞാൻ മെഴുതിരി കത്തിക്കുന്നത്. അത്ര എനിക്ക് ഭയങ്കര സ്പീച്ചാണ് അത്. അത്ര അനുഗ്രഹങ്ങൾ, ഞാൻ ഒത്തിരി നന്മകൾ, അത് കൂടാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ട്രെയിനൊക്കെ ലേറ്റ് ആകുമ്പോൾ എൻ്റെ കാശുരൂപം പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും, അമ്മേ എന്നെ സഹായിക്കണേ, എൻ്റെ ട്രെയിനില്ല, വീട്ടിൽ ചെന്നിട്ട് വേണം പണി ചെയ്യാനും, നല്ല ദൂരം 2 hours ജേർണി ഉണ്ട്, അമ്മ അതാ എന്നെ സഹായിക്കണേ എന്ന് പറയുകയും ട്രെയിൻ വരും, ബസ് വരും. എപ്പോഴും എന്നോട് എല്ലാവരും പറയും, സിസ്റ്റർ കൂടെ ഉണ്ടായി ഞങ്ങൾക്ക് എളുപ്പമാണെന്ന് പറയായിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ തന്നു. ഞാൻ സാക്ഷ്യം പറയാം, കുറേ താമസിച്ചു പോയി. മാതാവിനും ദൈവകുമാരനും ഒത്തിരി നന്ദി, യേശു അപ്പച്ചനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾ ഇനിയും എനിക്കും എൻ്റെ കുടുംബത്തിന് ഇത് കേൾക്കുന്നവർക്കും ഉണ്ടാകട്ടെ. അമ്മേ. ആദ്യമായി അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി. ആദ്യമായി തന്നെ എന്നെ ഈ പരിശുദ്ധ സന്നിധിയിൽ സാക്ഷിയാക്കി തീർത്തതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതേപോലെ താമസത്തിന് ക്ഷമാപണവും പറയുന്നു അമ്മയോടും ഈശോയോടും. എൻ്റെ പേര് ലിജി, ഞാൻ പെരുമ്പാവൂർന്ന് വരുന്നു. ഇതെൻ്റെ മകളാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മാർച്ച് മാസത്തിലാണ്. എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ അമ്മ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. അതിലൊരു 4 നിയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു വീടിൻ്റെ വിൽപ്പനയെ പറ്റിയായിരുന്നു. ഒരു 2 വർഷമായിട്ട് ഞങ്ങളത് വിൽക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് കാണും. അവർ വന്ന് പറയുന്ന വിലയും നമ്മളുടെ വിലയും തമ്മിലൊക്കാത്ത കാരണം അത് ഇങ്ങനെ നീണ്ടുപോയിരുന്നു. അങ്ങനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയുടെ കാശുരൂപം മുറ്റത്ത് കുഴിച്ചിട്ടു. അതേപോലെ ഉടമ്പടി ഉപ്പ് ചുറ്റും വിതറി പ്രാർത്ഥിച്ചു. ഒരു ജെറീക്കോ പ്രാർത്ഥനയിൽ ഞാൻ പച്ചത്തിരി കത്തിച്ച് വീണ്ടും ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ വീണ്ടും തൊട്ടടുത്തുള്ള ഒരാൾ വന്ന് അതിന് വില പറയുകയും അന്ന് തന്നെ ടോക്കൺ തരികയും ഒരു 3 മാസത്തിനുള്ളിൽ ആ വീട് ആദാനം ചെയ്ത് കൊടുക്കാൻ അമ്മയെ ഈശോയും അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഈശോയ്ക്കും കൂടാനുകൂടി സ്തോത്രം. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞൊരു ഞങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടി ഒരു ഫ്ലോട്ട് വാങ്ങിക്കുന്ന കാര്യത്തെപ്പറ്റിയായിരുന്നു. ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ച് നടന്നു ഫ്ലോട്ടിന് വേണ്ടി. ഒന്നും ശരിയായില്ല. ഇഷ്ടപ്പെട്ടൊരു ഫ്ലോട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഉടമ ഞങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത വില പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഉപേക്ഷിച്ച് ഞങ്ങൾ പോയതാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളറിയാതെ ആ ഫ്ലോട്ടിൽ കൊണ്ടുവന്ന് ഉപ്പ് വിതറിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ ഞങ്ങളെ വിളിക്കുകയും നമ്മൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട് പണിക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് എല്ലാത്തിനും തടസ്സങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ പെർമിഷൻ എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഒരു 6 മാസത്തോളം ഞങ്ങൾക്കത് ബ്ലോക്കായിപ്പോയി. 6 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്കത് വീട് പണി തുടങ്ങാൻ സാധിച്ചത്. വീട് പണിയുടെ തുടക്കം തന്നെ ഞാൻ എല്ലാ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. അങ്ങനെ തടസ്സങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും 1.5 വർഷം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി മനോഹരമായ ഒരു ഭവനം അമ്മ ഈശോ ഞങ്ങൾക്ക് തന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അതിൻ്റെ വെഞ്ചരിപ്പ് താമസം ആരംഭിച്ചത്. അതുകൂടാതെ തന്നെ ആ വീടിൻ്റെ കിണർ പണിയുന്ന സമയത്ത് അവിടെ ഉള്ളവർക്കെല്ലാം വെള്ളം കുറവാണ്. കാരണം പാറയാണ്. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിണർ കുഴിച്ച സമയത്തും അമ്മയുടെ തൈലവും തേനും എല്ലാം തുടക്കം തൊട്ട് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് കുഴിച്ചപ്പോൾ പാറയുണ്ടായില്ല. ഇഷ്ടംപോലെ വെള്ളം ഈ ചൂട് സമയത്തും ഒരുപാട് വെള്ളം തന്ന് അമ്മ ഈശോ അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഈശോയും കൂടാനുകൂടി സ്തോത്രം. മൂന്നാമത്തെ ഉടമ്പടി വെച്ചത് എൻ്റെ ഈ മകളെ പറ്റിയാണ്. മോളിപ്പോൾ +1 പഠിക്കുന്നു. ഇവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇവൾക്ക് തുടക്കം തൊട്ടേ മാത്സ് എന്ന വിഷയം ഭയങ്കര പേടിയും ഭയവുമാണ്. 10ാം ക്ലാസ് ആയപ്പോൾ അത് കൂടി. അവൾ മാത്സ് തുറക്കാതെ മാറ്റി വെച്ചേക്കുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. ഇതോർത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അവൾ എൻ്റെ കൂടെ പത്രമൊക്കെ കൊടുക്കാൻ കൂടുമായിരുന്നു. വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ പരീക്ഷയുടെ സമയത്ത് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന വന്ന് വാങ്ങിച്ചു. കാശ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് SLCയുടെ മാർക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ ഈശോയും 91% മാർക്ക് നൽകി എൻ്റെ മകളെ അനുഗ്രഹിച്ചു. അത് അവളുടെ ഒരു കഴിവുമല്ല, അവൾക്ക് അതിനുള്ള യോഗ്യതയില്ല. എല്ലാം അമ്മയുടെ ഈശോയുടെയും
അനുഗ്രഹമാണ്. അതേപോലെ തന്നെ അവൾ ആഗ്രഹിച്ച സ്ട്രീമിൽ തന്നെ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ഇപ്പോൾ ദൈവകൃപയാൽ സ്കൂളിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ 4ാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാനൊരു നേഴ്സാണ്. 2016 വരെ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ജോലി ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് 10 വർഷത്തോളം എനിക്ക് ജോലി ഇല്ലാണ്ട് എൻ്റെ കരിയറിലൊരു 10 വർഷത്തോളം ഗ്യാപ്പായി. ഇവിടെ ഇരിക്കുന്ന നേഴ്സുമാരുള്ള അവർക്കറിയാം, അവരുടെ കരിയറിൽ 1 വർഷം ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അത് അവർക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നറിയാം. അങ്ങനെ ഞാൻ 1.5 വർഷമായിട്ട് ഞാനൊരു ജോലിക്ക് വേണ്ടി നടക്കുന്നു. എൻ്റെ ബയോഡാറ്റ അനവധി ഹോസ്പിറ്റലിൽ കൊടുത്തു. ഇത്രയും ഗ്യാപ്പ് ഉണ്ടായത് കാരണം ആരും ഇൻ്റർവ്യൂവിൽ പോലും വിളിക്കാൻ കൂട്ടാക്കിയില്ല. ഞാനിത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭവം എന്ന് പറയട്ടെ, അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം. കഴിഞ്ഞ ജൂലൈയിൽ എന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ സാലറി തന്ന് എനിക്ക് ആ ജോലി തരികയും ചെയ്തു. ഞാനിപ്പം ദൈവകൃപയാൽ ഡ്യൂട്ടിക്ക് പോകുന്നു. എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കുന്നു ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ. ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി മുൻകോപമുള്ള ആളാണ്. ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് മൊത്തമായി മാറിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതേപോലെ ഞാനൊരാൾ ഒന്ന് പറയുമ്പോൾ തിരിച്ച് 10 പറയുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അതും എനിക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് 90% മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു കഴിവ് എനിക്ക് ഈശോ തന്നു. അതേപോലെ വചനം വായിക്കാനും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോയും അമ്മയും തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൊടുക്കാറുണ്ട്. ബസ്സുകളിൽ പോകുമ്പോൾ കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളൊരു പെരുമ്പാവൂർ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ മാസത്തിൽ 2 പ്രാവശ്യം പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാറുണ്ട്. അനാഥ മന്ദിരങ്ങളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. അതേപോലെ പള്ളികളിലും ഒക്കെ ഇരിക്കുന്ന ഭിക്ഷാടകർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായം കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കൂടാനുകൂടി സ്തോത്രം. വീണ്ടും താമസിച്ചാൽ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. ഇനി ഇതിലും വലിയ സാക്ഷ്യങ്ങളുമായിട്ട് എൻ്റെ അമ്മയെ ഈശോയോടെ കൊണ്ട് നിർത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു.